ഭരണഘടനയുടെ 180 അനുച്ഛേദം 1 ഖണ്ഡം അനുസരിച്ച് ബഹുമാനപ്പെട്ട കേരള ഗവർണർ നിയമസഭാ അംഗമായ ശ്രീ ജി സുധാകരനെ സ്പീക്കറുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിന് നിയമിച്ചിരിക്കുന്നു. ഭരണഘടനയുടെ 3-ാം പട്ടികയിൽ കൊടുത്തിട്ടുള്ള ഫാറം അനുസരിച്ച് പുതുതായി രൂപീകരിക്കപ്പെട്ട നിയമസഭയിലെ അംഗങ്ങളെ ശപഥമോ പ്രതിജ്ഞയോ ചെയ്യിക്കുന്നതിന് ഭരണഘടനയുടെ 188 അനുച്ഛേദം അനുസരിച്ച് ശ്രീ ജി സുധാകരൻ MLA യെ ബഹുമാനപ്പെട്ട ഗവർണർ നിയമിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട ആദരണീയനായ മുഖ്യമന്ത്രി, ബഹുമാന്യനും ആദരണീയനുമായ പ്രതിപക്ഷ നേതാവ്, ബഹുമാനപ്പെട്ട സഭാംഗങ്ങളെ, 16-ാം കേരള നിയമസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവരും ഓർഡറിൽ ആയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓർഡർ. ഭരണഘടനയുടെ 188 അനുച്ഛേദ പ്രകാരമുള്ള ശപഥം അഥവാ പ്രതിജ്ഞയാണ് ഇന്നത്തെ കാര്യവിവര പട്ടികയിലെ ഇനം. ഓരോ അംഗത്തിൻ്റെയും പേര് ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ സെക്രട്ടറി ഇപ്പോൾ വിളിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട അംഗം പേര് വിളിക്കുന്ന മുറയ്ക്ക് സെക്രട്ടറിയുടെ മേശക്കരികിലേക്ക് വന്ന് ശപഥമോ പ്രതിജ്ഞയോ ചെയ്ത് അംഗങ്ങളുടെ രജിസ്റ്ററിൽ ഒപ്പുവെക്കേണ്ടതാണ്. രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നതിന് മുമ്പായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് റിട്ടേണിംഗ് ഓഫീസർ നൽകിയ ഇലക്ഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതോടൊപ്പം 1986 കേരള നിയമസഭാ സാമാജികർ കൂറുമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയോഗ്യത കൽപ്പിക്കൽ ചട്ടപ്രകാരം നൽകേണ്ട 3-ാം നമ്പർ ഫോറവും പൂരിപ്പിച്ച് പ്രതിജ്ഞാ ഫോറത്തിൽ ഒപ്പുവെച്ച് സെക്രട്ടറിയുടെ പക്കൽ ഏൽപ്പിക്കേണ്ടതാണ്. രജിസ്റ്ററിൽ ഒപ്പുവെച്ച ശേഷം അധ്യക്ഷവേദിയെ അഭിവാദനം ചെയ്ത് ബഹുമാനപ്പെട്ട അംഗങ്ങൾ സ്വസ്ഥാനത്ത് ഉപവിഷ്ടരാകേണ്ടതാണ്. സെക്രട്ടറി പേരുകൾ വിളിക്കുന്നതാണ്. സത്യപ്രതിജ്ഞ. ശ്രീ VE അബ്ദുൽ ഗഫൂർ. VE അബ്ദുൽ ഗഫൂർ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. മുകളിലോട്ട് കയറിയിട്ട് ഇങ്ങോട്ട് വരട്ടെ.